മാഡം ഇവക്ക് മെൻസസ് വരുന്നില്ല. 14 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് അതിൻ്റെ അമ്മ വന്ന് പറയാണ്, ഒരു പ്രാവശ്യം വന്ന് പിന്നെ വരുന്നില്ല. 3, 4, 6 മാസമായി. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരിയാണ്, ടീനേജിന് വരുന്ന ഇപ്പോഴത്തെ ഒരു ഡിസീസാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്, അല്ലെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ പത്തോളജി എന്ന് പറയുന്നത് നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം എല്ലാ മാസം പുറത്തേക്ക് വരുന്നത് വരാതിരിക്കും. അപ്പോൾ അണ്ടാശയത്തിലെ ചെറിയ ചെറിയ കുമിളകൾ വരും എന്ന് പറഞ്ഞാൽ അണ്ടത്തെ പറ്റിപ്പിടിച്ചിരിക്കും. അതിന് സിസ്റ്റ് എന്ന് പറയുന്നത്, അതാണ് പോളിസിസ്റ്റ് എന്ന് പറയുന്നത്. ആ സിസ്റ്റിൻ്റെ അകത്തുനിന്ന് ഹോർമോൺ ലെവൽ സാധാരണ ഒരു സ്ത്രീക്ക് വരുന്നതാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ലേഡീസ് ഹോർമോൺ. ആ ഹോർമോൺ മാറിയിട്ട് ഈ കുമിളയ്ക്കകത്ത് അതിൻ്റെ സ്ട്രക്ചർ മാറിയിട്ട് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാൽ ആൻഡ്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വരും. അത് മെയിൽ ഹോർമോണാണ്. അപ്പോൾ ഈ മെയിൽ ഹോർമോൺ വരുമ്പോൾ വരുന്ന ഫീച്ചേഴ്സ് എന്താ? ഓവുലേഷൻ ഉണ്ടാകില്ല. മെയിൽ ഫീച്ചേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ വയറ് ചാടി വരിക, ഇവിടെ വണ്ണം വെക്കുക, അതുപോലെ തന്നെ മീശ വരിക, മോക്കുരു വരിക, മുടി കൊഴിയുക, കറുത്ത പാട് വരിക. ഇതെല്ലാമാണ് ഇനി പോളിസിസ്റ്റിക് ഡിസീസ് കൊണ്ട് സിൻഡ്രോം എന്ന് പറയും. ഡിസീസ് എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മെറ്റാബോളിക് സിൻഡ്രോം ആണ്. അതിൻ്റെ അത് ഹോർമോൺ ലെവലാകും. മറ്റുള്ള ഈ നൈഗ്രാഗ്യാൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ഡയബറ്റിക് അല്ലത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് വരും. ഇതെല്ലാം കൂടെ കൂടി വരുമ്പോഴാണ് മെറ്റാബോളിക് സിൻഡ്രോം. അവർക്ക് ഓവുലേഷൻ ഇല്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മെൻസസ് എല്ലാ മാസം വരണമെന്നില്ല. 2, 3, 4 മാസം കൂടുമ്പോഴാണ് മെൻസസ് വരുന്നത്. അത് ഓവുലേഷൻ ഇല്ല. ചേഞ്ചസ് ആണ് ബോഡിയിലുള്ള. ഈ ടെൻഷന് കാരണം നമ്മൾ ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? സാധാരണ പിള്ളേരാണെങ്കിൽ മുഴുവൻ സമയം പഠിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും, കമ്പ്യൂട്ടർ നോക്കും. നമുക്ക് ആവശ്യത്തിനുള്ള എക്സസൈസ് ഇല്ല. എൻവയറമെന്റ് പ്രോബ്ലം. നമ്മുടെ ശരീരത്തിൽ ശരിക്കുള്ള എക്സസൈസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ഞാൻ പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു 10 ബീറ്റെങ്കിലും കൂടെ കഥക്കണം. നമ്മൾ ചെറുപ്പകാലങ്ങൾ ഓടിക്കളിച്ചിരുന്ന ആ അവസ്ഥ വരുമ്പോഴാണ് അതിനാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് ഡോക്ടറെ, ഞാൻ നടക്കാൻ പോകുന്നു. നമ്മൾ അങ്ങനെ ചെയ്താൽ എക്സസൈസ് ആകില്ല. ഒരാഴ്ചയിൽ 1/2 മണിക്കൂറെങ്കിലും 5 ഡേയ്സിലെങ്കിലും നമ്മൾ ശരിക്കും കഥച്ച് സ്വെറ്റ് ചെയ്തൊരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡുമാണ് കഴിക്കുന്നത്. നമ്മൾ നാടൻ ഫുഡ് കഴിക്കണം. നമ്മളെ ഇഡ്ഡലി, ദോശ, പുട്ട്, കടല, അങ്ങനത്തെ നമ്മൾ പണ്ടത്തെ രീതിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം, എന്നാൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഇപ്പോഴത്തെ മോഡേൺ രീതിയിലുള്ള ഫുഡെല്ലാം അവോയ്ഡ് ചെയ്യണം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം പിള്ളേരാരും കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. വൈകുന്നേരം വേണമെങ്കിൽ ഈവനിങ്ങിൽ നിങ്ങളൊരു 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ചിട്ട് പിന്നെ വിശപ്പുണ്ടെങ്കിൽ പാല് കുടിക്കുകയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുകയോ ചെയ്യുക. 7 മണിക്ക് മുമ്പ് തന്നെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. 4 ലിറ്റർ വെള്ളം. മുഴുവൻ പിള്ളേരും വരുന്നത് മുത്തത്തിപ്പഴുപ്പ് അവിടെ ആ ഡോക്ടറെ കാണിച്ചു, ഈ ഡോക്ടറെ കാണിച്ച് കൾച്ചർ ചെയ്ത് ഒരു കുഴപ്പമില്ല. അത് വേറൊരു കാരണമൊന്നും അല്ല, വെള്ളം കുടിയുടെ കുറവാണ്. അതുപോലെ തന്നെ എല്ലാവരും സ്ട്രെസ്സിലാണ് ഇരിക്കുന്നത്. സ്ട്രെസ് ഫ്രീ എൻവയറമെന്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അഡിക്കേറ്റ് റെസ്റ്റ്, എക്സസൈസ്, ഡയറ്റ്, സ്ട്രെസ് ഫ്രീ എൻവയറമെന്റ്, അതുപോലെ ഉറക്കം വളരെ കമ്പൽസറി ആണ്. നമ്മുടെ ഹോർമോൺ ലെവൽ എല്ലാം മാറും. ഉറക്കം മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമം ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും, പിള്ളേരാണെങ്കിൽ 8 മണിക്കൂറെങ്കിലും, അഡൾട്ട്സ് ആണെങ്കിൽ മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറക്കം നന്നായിട്ട് ശീലിക്കേണ്ടതാണ്. അങ്ങനെ ഉറക്കം ശീലിച്ച് നമ്മുടെ ബോഡിയിലെ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്, ഞങ്ങൾ പറയും നിങ്ങളുടെ വെയിറ്റ് നോക്ക്, ബോഡി മാസ് ഇൻഡെക്സ് നോക്ക്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രീറ്റ്മെന്റിൽ പെട്ടതാണ് 5 to 10% വെയിറ്റ് കുറക്കാൻ പറയും. ഇപ്പോൾ 70 കിലോ ഒരാൾ ഞാൻ പറയും നിങ്ങൾ പണ്ടത്തെ ശരിയമ്മാട്ടെ, എനിക്ക് പണ്ട് 60 കിലോ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 70. പണ്ട് എങ്ങനെയുണ്ട് മെൻസ്? പണ്ട് മെൻസ് ഒക്കെ ആയിരുന്നു, ഇപ്പോഴാണ് മെൻസ് ഇങ്ങനെയായത്. അതിന്റെ കാരണം എന്താ? നമ്മുടെ ഈ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഈ PCODയുടെ ഇത് മാറും. പിന്നെ ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയഗ്നോസിസ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്യാം. അവരെ കണ്ടാൽ മതി, കാണുമ്പോഴേ അറിയാം. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒബ്വിയസ്ലി PCOD മാത്രമല്ല, ലീൻ PCOD ഉണ്ട്. വണ്ണം കുറഞ്ഞ് ചെറിയ മെലിഞ്ഞിരിക്കുന്ന പിള്ളേരും PCOD ആയിട്ട് വരും, മെൻസസ് വരുന്നില്ല. 2 തരം പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ട്. വണ്ണം കുറഞ്ഞാലും വരാം, വണ്ണം കൂടിയാലും വരാം. ഈ രണ്ടും അത് കറക്റ്റ് ആയിട്ട് നോക്കണം. അപ്പം നമ്മൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അത് പറഞ്ഞാൽ മെറ്റാബോളിക് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് അമാൽഗേഷൻ ഓഫ് എൻവയറമെന്റ്, ജെനറ്റിക്, ലൈഫ് സ്റ്റൈല്, മെറ്റാബോളിക്, ഹോർമോൺ. ഇത് 5 കൂടുതലാണ് ഈ PCOD എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇൻയൂട്രോയിൽ തന്നെ അമ്മയ്ക്കുണ്ടെങ്കിൽ കൊച്ചിനും വരാമെന്നൊരു പഠനം ഇപ്പം പറയുന്നുണ്ട്. PCOD അങ്ങനെ വരാം എന്നുള്ളത്. എന്നാൽ ഒരു വീട്ടിലുള്ള നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും മണ്ണായിരിക്കും, അവർക്ക് മണ്ണുണ്ടാകും. അങ്ങനെ വരാമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുക. തൈറോയ്ഡ് ഹോർമോൺ ഇതിൻ്റെ അകത്ത് പെട്ടതാണ്. വിറ്റമിൻ ഡി ആർക്കും വെയിൽ കൊള്ളാത്തതുകൊണ്ട് വിറ്റമിൻ ഡി ഇല്ല. വിറ്റമിൻ ഡി മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ കുറേ ഹോർമോൺ. പിന്നെ അൾട്രാസൗണ്ട് റുട്ടീനായിട്ട് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ടീനേജ് പിള്ളേരിൽ. ക്ലിനിക്കലി ഞങ്ങൾ പറയാം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊടുത്ത് മെൻസ് കറക്റ്റ് ആക്കാൻ പറയുന്നില്ല. നിങ്ങളൊരു 3 മാസം ഒന്ന് കൊച്ചു പിള്ളേർക്ക് മെൻസ് 6ാം ക്ലാസ്സിൽ 7ലും പഠിക്കുന്നവർക്ക് വന്നാലും കുഴപ്പമില്ല. ആകെയുള്ളത് പ്രഗ്നൻസി ഇല്ലെന്ന് റൂൾ ഔട്ട് ചെയ്യുക. പിന്നെ നമ്മൾ 3 മാസത്തിലൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ ഹോർമോൺ കൊടുത്ത് 5 ദിവസത്തേക്ക് മരുന്ന് കൊടുത്ത് മെൻസസ് വരുത്തും. അത് അമ്മമാരുടെ കയ്യിലാണ് കൊടുത്ത് വിടുന്നത്. 3 മാസം വരെ പേടിക്കേണ്ട. പിള്ളേരുടെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യുക. മെൻസസ് വന്നില്ലെങ്കിൽ ഈ ടാബ്ലറ്റ് കൊടുത്ത് വരുത്താം, പ്രൊവൈഡഡ് ഷീ ഈസ് നോട്ട് പ്രഗ്നന്റ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു ഹെൽത്തി ബോഡി, ഹെൽത്തി ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.